നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന അവസാന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ഫ്രഞ്ച് വമ്പന്മാരായ PSG സമനില വഴങ്ങുകയായിരുന്നു. ജർമ്മൻ ടീമായ ബൊറൂസിയയായിരുന്നു PSG സമനിലയിൽ തളച്ചത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത്. സമനില വഴങ്ങിയെങ്കിലും യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടറിൽ പ്രവേശിക്കാൻ PSG സാധിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ PSG ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് തന്നെ പുറത്താവുന്നതിന്റെ തൊട്ടരികിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ മറുഭാഗത്ത് നടന്ന മത്സരത്തിൽ AC മിലാൻ ന്യൂകാസിൽ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. ഇത് PSG ഗുണകരമായി മാറി. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു AC മിലാൻ ന്യൂകാസിൽ യുണൈറ്റഡിനെ തോൽപ്പിച്ചത്. മത്സരത്തിന്റെ 84-ാമത്തെ മിനിറ്റിലായിരുന്നു AC മിലാൻ ന്യൂകാസിലിനെതിരെ ലീഡ് നേടിയത്. ഇതറിഞ്ഞ PSG പരിശീലകനായ ലൂയിസ് എൻറിക്കെ തന്റെ താരങ്ങൾക്ക് ഒരു നിർദ്ദേശം നൽകുകയായിരുന്നു. അതായത് മത്സരത്തിന്റെ അവസാനത്തിൽ വിജയത്തിന് വേണ്ടി പോകാതെ സമനിലയ്ക്ക് വേണ്ടി കളിക്കാനായിരുന്നു മത്സരത്തിന്റെ അവസാനത്തിൽ എൻറിക്കെ തന്റെ താരങ്ങളോട് പറഞ്ഞിരുന്നത്. സമനില നേടിയാൽ തന്നെ PSG അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ സമനിലയ്ക്ക് വേണ്ടി PSG അവസാനത്തിൽ കളിക്കുകയായിരുന്നു. PSG സൂപ്പർ താരമായ കിലിയൻ എംബപ്പയ്ക്ക് ഇത് പിടിച്ചിട്ടില്ല. അദ്ദേഹം മത്സരശേഷം ദേഷ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എൻറിക്കയുടെ ഈ ഒരു നിർദ്ദേശത്തോടെ എംബപ്പയ്ക്ക് ഒട്ടും യോജിപ്പുണ്ടായിരുന്നില്ല. വിജയത്തിന് വേണ്ടി പോരാടാനായിരുന്നു കിലിയൻ എംബപ്പെ ആഗ്രഹിച്ചിരുന്നത്. മത്സരശേഷം അദ്ദേഹം അതിന്റെ ആ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ RMC സ്പോർട്ട് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളത് PSG സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷെ മുന്നോട്ട് പോവുക എന്നത് നിലവിലെ അവസ്ഥയിൽ PSG സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.